ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലേണിംഗ് ടൂറിലേക്ക് സ്വാഗതം. എൻ്റെ ഇന്നത്തെ ക്ലാസ് സ്റ്റേറ്റ്മെന്റിന്റെ ക്ലാസ് ആണ്. എല്ലാവരും പരീക്ഷയ്ക്ക് തയ്യാറെടുത്തിരിക്കുന്നു അല്ലേ? അപ്പോൾ എല്ലാവർക്കും എന്താണ് പരീക്ഷ? മെയ് 12-ാം തീയതി പരീക്ഷ നടക്കുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് ഈ ഒരു ടിപ്സുകളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് പോവുക. ഓക്കെ, സ്റ്റേറ്റ്മെന്റിന്റെ കുറച്ച് ടെക്നിക്കൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാലോ, നമ്മൾ ടൈപ്പ് റൈറ്റിംഗ് മെഷീനാണ് അല്ലെ ചെയ്യുന്നത്. എല്ലാവരും ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഞാനിപ്പോ ചെയ്ത് കാണിച്ചു തരുന്നത് കമ്പ്യൂട്ടറിലാണ്. കമ്പ്യൂട്ടറിൽ ഇങ്ങനെ വരച്ചിട്ടല്ല കേട്ടോ, അതിന്റെ ടിപ്സുകളൊക്കെ ജസ്റ്റ് കുറച്ച് പറഞ്ഞിരുന്നു മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് തൊട്ട് അവസാനം വരെ കാണണം. ഓക്കെ, നമ്മള് സ്റ്റേറ്റ്മെന്റ് ചെയ്യുമ്പോൾ 2 ലൈൻസ് ആയിട്ട് നമ്മൾ ചെയ്ത് വെക്കുക. ഓക്കെ, ഏതിലാണ് വെക്കേണ്ടത്? ടൈപ്പ് റൈറ്റിംഗ് മെഷീനിലെ 2 ലൈൻസ് അല്ലെ, 1 സ്പേസ് 2 സ്പേസ് 1.5 ലൈൻസ് ഒക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം? ലൈൻ സ്പേസ് എന്താ വേണ്ടത്? 2 സ്പേസിലാക്കി വെക്കണം. അത് നിർബന്ധമാണ്. 1.5-ലോ 1-ലൊന്നും ടൈപ്പ് ചെയ്യാൻ പാടില്ല. 2 സ്പേസിലായിരിക്കണം ചെയ്യേണ്ടത്. പ്രധാനമായിട്ടും കുറച്ച് കാര്യങ്ങളുള്ളത് ടിപ്സ് ആയിട്ട് വരുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുകയാണെ, ചോദ്യം 1 കാണും അല്ലെ. സ്റ്റേറ്റ്മെന്റ് ചോദ്യം 1 അപ്പൊ നമ്മള് ഒന്ന് എഴുതി വെക്കണം കേട്ടോ. 1 ചോദ്യം 1 തന്നെ എഴുതണം, മാറിപ്പോകരുത്. സ്റ്റേറ്റ്മെന്റിന്റെ നമ്പർ ആണ് 1, ഒന്നാമത്തെ നമ്പർ ആണ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അപ്പൊ ഏത് വേണമെങ്കിലും 4 പേപ്പർ ഉണ്ടാവും സെക്കൻഡ് പേപ്പറിൽ, ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. 4ാമത്തെ പേപ്പർ എടുത്തിട്ട് നമ്മൾ ചെയ്യും അല്ലെ. ഫസ്റ്റ് നമ്മൾ 4ാമത്തെ പേപ്പർ ആയിരിക്കും എടുക്കുന്നത്. അത് ഏതായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്ത് ചെയ്യണം? 4 എഴുതണം. ചോദ്യം 4 തന്നെ എഴുതണം, മാറിപ്പോകരുത് കേട്ടോ. ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് കുറിച്ച് പറയാനുള്ളത്, സ്റ്റേറ്റ്മെന്റിൽ മാത്രം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ, ഏറ്റവും നല്ലത് സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നത് തന്നെയാണ് കേട്ടോ. സ്റ്റേറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. അതിനുശേഷം എന്താണ്? ഒരു റഫ് പേപ്പർ എടുക്കുക. നമുക്ക് പേപ്പർ തരുന്നതാണ്, എന്നാലും ഒരു പേപ്പർ കൂടി എക്സ്ട്രാ വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യുക? അത് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് തന്നെ, പ്ലേസ് ആണെങ്കിൽ ഇപ്പൊ ജില്ലയാണ് കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ പേപ്പറാണ് ഞാൻ തൃശ്ശൂർ ജില്ലയിൽ എടുത്ത് കാണിച്ചിരുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? പെട്ടെന്ന് തന്നെ ആ ജില്ലകൾ എടുത്ത് എഴുതുക. ഓക്കെ, ജില്ലകൾ എടുത്ത് എഴുതുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, തൃശ്ശൂർ ഇവിടെയാണെങ്കിൽ ഇരിങ്ങാലക്കുട എവിടെയാണ് എഴുതുന്നൊക്കെ എന്താണ് അടയാളം അങ്ങനെ വരച്ച് കാണിച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പൊ വരച്ച് കാണിച്ചിട്ടുള്ളത് അടിയിലുള്ളത് മേലെയുള്ളത് അടിയിലൊക്കെ അടിക്കുന്നുണ്ടാവും. അപ്പൊ അതൊക്കെ നിങ്ങൾ ക്ലിയർ ആയിട്ട് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. അതിന് നേരെയുള്ള ഫിഗറുകളും തെറ്റാതെ എഴുതി വെക്കാം. ഓക്കെ, ഫിഗറുകളൊക്കെ തെറ്റിച്ചിട്ടായിരിക്കും എഴുതുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരോടും പറയാണ്, കൃത്യമായിട്ട് ഒരു റഫ് പേപ്പറിൽ പെട്ടെന്ന് തന്നെ പെൻസിലോണ്ട് എഴുതി വെക്കുക. കോമ ഇട്ട് കൊടുക്കുമ്പോൾ എല്ലാവരും തെറ്റുന്നതാണ്. അപ്പൊ കോമ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, പ്രാക്ടിക്കലായിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് എങ്ങനെയാണ് കോമ ഇട്ട് വരുന്നത്. കോമ ഇട്ട് തന്നെ ചെയ്യുക. കോമ ഇടാതെ ആയിരിക്കും ഫിഗർ ചെയ്ത് വെച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻ പേപ്പറിൽ കോമ ഇടാതെ ആയിരിക്കും. അപ്പൊ കോമ ഇട്ടിട്ട് തന്നെ എഴുതി വെക്കുക. കോമ ഇട്ടിട്ട് തന്നെ എഴുതി വെച്ചതിന് ശേഷം എന്ത് ചെയ്യണം? അത് നേരെയുള്ള ഫിഗറുകൾ കേട്ടോ, നേരെ തന്നെ ഫിഗറുകൾ വേഗം എഴുതി വെക്കുക. ഓക്കെ, പോയിന്റ് ഉണ്ടെങ്കിൽ പോയിന്റുകളും എഴുതി വെക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആയിട്ട് നമ്മൾ ആക്യുറസി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് എഴുതി വെച്ചിട്ട് ടൈപ്പ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് നോക്കി തന്നെ ചെയ്യാൻ പറ്റും. കുറെ കുട്ടികൾ ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ നേരെ തന്നെ നോക്കി ചിലപ്പോൾ തെറ്റിച്ച് പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ 1.5 മണിക്കൂറാണ് നമുക്ക് പരീക്ഷ ഉള്ളത്. ഈ സ്റ്റേറ്റ്മെന്റ് മാത്രം നിങ്ങൾക്ക് ചെയ്താൽ പോരാ. ബാക്കി എന്താണ്? ലെറ്ററുകൾ ചെയ്യാനുണ്ട് അല്ലെ, ഡിസ്പ്ലേ ചെയ്യാനുണ്ട്, അതുപോലെ തന്നെ എന്താ പറയുക, ഗവൺമെന്റ് ഓർഡർ ഉണ്ട്. അപ്പോൾ എല്ലാതും നമുക്ക് എന്ത് ചെയ്യണം? 1.5 മണിക്കൂർ തന്നെ നമുക്ക് ചെയ്തു തീർക്കണം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഒരു പേപ്പറിൽ കുറച്ച് തെറ്റിപ്പോയെന്ന് വിചാരിക്കും, എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് ചെറിയതായിട്ട് തെറ്റും, അത് മാറ്റേണ്ടതില്ല. അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. നെക്സ്റ്റ് വരുന്നൊക്കെ കംപ്ലീറ്റ് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ എന്താ ചെയ്യുന്ന അറിയോ? ഒരു പേപ്പർ മാറ്റി വെച്ചു, പിന്നെ അടുത്ത പേപ്പർ പിന്നെ വീണ്ടും തെറ്റി, വീണ്ടും പേപ്പർ മാറ്റിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മുടെ സമയം പോകും. 1.5 മണിക്കൂറൊക്കെ പോകാനായിട്ട് പെട്ടെന്ന് തന്നെ പോകും അല്ലെ. അപ്പോൾ കറക്റ്റായിട്ട് ഇത്ര മിനിറ്റ് എടുത്തുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെന്റ് വൃത്തിയായിട്ട് ചെയ്യണം. സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും കൂടുതൽ പേർക്ക് തെറ്റുന്നത്. ഞാൻ ആദ്യത്തെ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, 2 വീഡിയോ 3 വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ സ്റ്റേറ്റ്മെന്റിന്റെ. അത് തന്നെ നോക്കിയിട്ട് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ അങ്ങനെ ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ ഇന്ന് പറയാനുള്ളത് കുറച്ച് ടിപ്സുകളായിട്ട് നിങ്ങൾക്ക് തെറ്റാവുന്ന കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരുന്നത്. സ്റ്റേറ്റ്മെന്റ് ഫസ്റ്റ് തന്നെ എടുത്ത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞു തന്നിട്ടുള്ളത്. ആക്യുറസി നന്നായിട്ട് കിട്ടണം. കോളം വരയ്ക്കുന്നത് എങ്ങനെയാണ്? ലാസ്റ്റ് എല്ലാതും കഴിഞ്ഞതിന് ശേഷം പേന കൊണ്ട് വരയ്ക്കാതെ
പെൻസിൽ കൊണ്ട് വരച്ച് നമുക്ക് ആൻസർ പേപ്പർ കൊടുക്കാം. ക്ലിയർ? എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ് ടൈപ്പ് റൈറ്റിംഗിന്റെ സെക്കൻഡ് പേപ്പറാണ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഇത് ഞാൻ കമ്പ്യൂട്ടറിൽ ജസ്റ്റ് കാണിച്ചു തരുന്നുള്ളൂ. കമ്പ്യൂട്ടർ ടൈപ്പ് ചെയ്യുന്നതല്ല കേട്ടോ. അതിനെ എങ്ങനെയൊക്കെയാണ് ടൈപ്പ് ചെയ്യുക, പിന്നെ തെറ്റുകളൊക്കെ വരാം അല്ലെ, എങ്ങനെയൊക്കെ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. പുതിയ കുട്ടികൾ ഉണ്ടാവില്ലേ, പരീക്ഷയ്ക്ക് പുതിയ കുട്ടികൾ ഇപ്പോൾ പരീക്ഷ എഴുതാനായിട്ട് തയ്യാറെടുത്തിരിക്കുന്നതും അതുപോലെ തന്നെ അറിയാത്തവരും കൂടുതലുണ്ട്. അപ്പോൾ മെസ്സേജുകളൊക്കെ വരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനൊരു ക്വസ്റ്റ്യൻ പേപ്പർ, ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് 2025 കേട്ടോ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ തൃശ്ശൂർ ജില്ലയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും ഇത് കാണുമ്പോൾ തന്നെ കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നല്ലപോലെ ഞാൻ ക്ലാസ് എടുത്ത് തരാം. അപ്പൊ നല്ലപോലെ തന്നെ നിങ്ങൾ പരീക്ഷ എഴുതാം. ഓക്കെ, ക്ലാസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തിയറി പോലെ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് കൂടുതലും കുട്ടികൾ പറഞ്ഞു തിയറി പോലെ ഇതുപോലെ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് മനസ്സിലാവും പറയുന്നു. അപ്പൊ ഇതുപോലെ ഞാൻ ജസ്റ്റ് ക്ലാസ് എടുത്ത് നോക്കിയതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ മെസ്സേജ് ചെയ്യണേ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇവിടെ നിങ്ങൾ എന്ത് പേപ്പർ കിട്ടിയാലും നിങ്ങളുടെ സെക്കൻഡ് പേപ്പറാണ്, നമ്മളിങ്ങനെ വായിച്ചു നോക്കണം കേട്ടോ. കൊമേഴ്സ് ഗ്രൂപ്പ് എക്സാമിനേഷൻ ഇതൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്യണം കേട്ടോ. നമ്മുടെ പേപ്പറിൽ ടൈപ്പ് ചെയ്യണം, എന്നിട്ടാണ് തുടങ്ങുന്നത് കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് പരീക്ഷ ഹാളിൽ പറഞ്ഞിരുന്നതാണ്. അടുത്തതായിട്ട് പറയാൻ പോകുന്നത് 1.5 മണിക്കൂറാണ് ഇതിന്റെ സമയം. 4 എണ്ണം ട്ടാ, 4 പേപ്പർ ഉണ്ടാവും സെക്കൻഡ് പേപ്പർ. അത് 4 പേപ്പറാണ്, 1.5 മണിക്കൂർ. ഓക്കെ, പിന്നെ 100 നമുക്ക് മാർക്ക് ഇത് വരുന്നത്. 100 വെച്ചാൽ 4 പേപ്പർ ഒരുമിച്ച് 100 പറയുന്നത്. ഓക്കെ, 4 പേപ്പർ കേട്ടോ. ഇത് സ്റ്റേറ്റ്മെന്റ് ആണ്. അതുപോലെ വേറെ പേപ്പർ ഉണ്ട്, ഡിസ്പ്ലേ ഉണ്ട്, ഗവൺമെന്റ് ഓർഡർ ഉണ്ട്. അതൊക്കെ എല്ലാം കൂടി കൂട്ടിയിട്ടാണ് 4 പേപ്പർ കൂടിയിട്ടാണ് 100 വരുന്നത്. അപ്പൊ 40 മാർക്ക് നമുക്ക് കിട്ടണം അല്ലെ. അപ്പൊ ഇത് ഫസ്റ്റത്തെ പേപ്പർ കേട്ടോ, നോക്കിയേ. അതുപോലെ തന്നെ ഇതും കൂടി വായിച്ചു നോക്കണം. ഉത്തരക്കടലാസിന്റെ മുകൾ ഭാഗത്ത് വലതുവശത്തായി രജിസ്റ്റർ നമ്പർ വ്യക്തമായി എഴുതണം. രജിസ്റ്റർ നമ്പർ തെറ്റാൻ പാടില്ല കേട്ടാ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പറോ പരീക്ഷാർത്ഥിയുടെ പേരോ രേഖപ്പെടുത്തുവാൻ പാടില്ല. അത് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കണം. ഓരോ ചോദ്യത്തിന്റെയും ഉത്തരം പ്രത്യേകം ഷീറ്റിൽ തന്നെ ടൈപ്പ് ചെയ്യണം. ചോദ്യത്തിന്റെയും ഉത്തരം പ്രത്യേകം ഷീറ്റിൽ തന്നെ ടൈപ്പ് ചെയ്യണം അല്ലെ. അപ്പൊ ഓരോ ചോദ്യത്തിന്റെയും ഉത്തരം പ്രത്യേകം ഷീറ്റിൽ നിന്ന് ചോദ്യം നമ്പർ 1 എഴുതണം കേട്ടോ. നിങ്ങൾ ഏതാണ് ഇപ്പോൾ 4ാമത്തെ പേപ്പർ ആയിരിക്കും ഫസ്റ്റ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പൊ 4 എഴുതണം. ഓക്കെ, അപ്പൊ ഇതുപോലെ ഇവിടെ നോക്കണം, 4ാമത്തെ ആണോ 2ാമത്തെ ആണോ 3ാമത്തെ ആണോ നോക്കണം. ഇവിടെ ഞാൻ ചോദ്യം നമ്പർ 1 എന്നാണ് കേട്ടോ. അപ്പൊ 1ാമത്തെ പേപ്പറാണ് ഞാൻ എടുത്ത് ചെയ്യുന്നത്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ്. അതുപോലെ തന്നെ അക്കങ്ങൾ ചിഹ്നം ചെയ്തും അക്ഷരത്തെറ്റുകളും മറ്റും തിരുത്തിയും വൃത്തിയായും ടൈപ്പ് ചെയ്യുക. ഓക്കെ, ഇതെന്താണ്? നമ്മൾ നോക്കിയേ, ഇവിടെ ഡിജിറ്റ് കൊടുത്തിട്ടുണ്ട് അല്ലേ, ഇല്ലേ, ടൈപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ. ആ ഡിജിറ്റ് ടൈപ്പ് ചെയ്യുന്നത് കോമയ്ക്ക് ഇടല്ലേ, അക്കൗണ്ടിങ് ആയിട്ട് രീതിയിൽ നമ്മൾ ചെയ്യില്ലേ, 1 കോമ അല്ലെങ്കിൽ 14 കോമയ്ക്ക് ഇടല്ലേ, അത് അക്കൗണ്ടിങ് രീതി ചെയ്യുന്നതാണ്. അതുപോലെയല്ല ജസ്റ്റ് വെറുതെ 1186 340 അങ്ങനെയാണ് ഇട്ടിരിക്കുന്നത് അല്ലേ. ഇവിടെ എല്ലാതും അങ്ങനെ തന്നെ ഇട്ടിരിക്കുന്നത് അല്ലേ. അപ്പൊ നിങ്ങൾ നോക്കുക, അങ്ങനെ 1 ലക്ഷത്തി 2 ലക്ഷത്തി 3 ലക്ഷത്തി ഒക്കെ വരുന്നതാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കോമ ഇട്ട് കൊടുക്കുക. ഓക്കെ, അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ ഒരു കാര്യം ഇതും കൂടി വായിച്ചു നോക്കുക. താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക തെറ്റുകൾ തിരുത്തി ശരിയായ മാതൃകയിൽ ടൈപ്പ് ചെയ്ത് കോളങ്ങൾ തിരിക്കുക അല്ലെ. അക്കങ്ങൾ ചിഹ്നം ചെയ്യേണ്ടതാണ്, അത് കോമ ഇട്ട് കൊടുക്കാനൊക്കെയാണ് പറയുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന് 25 മാർക്കാണ് ഉള്ളത്. 25 മാർക്കാണ് ഉള്ളത്. 25ൽ 25 വാങ്ങുന്നവരുണ്ട് അല്ലെ. അപ്പൊ 100 എന്ന് പറയുന്നത് ഇപ്പൊ നേരത്തെ നമ്മൾ 100 എന്ന് വ്യക്തമാക്കിയില്ലേ. ഇവിടെ 100, ഈ 100 എന്ന് പറയുന്നത് 4 ക്വസ്റ്റ്യൻ പേപ്പർ ഒരുമിച്ചുള്ള മാർക്കാണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന് 25ലാണ്. ഓക്കെ, അപ്പൊ 25ൽ ഒരു 22 മാർക്ക് നിങ്ങൾ വാങ്ങിയിരിക്കണം കേട്ടോ. 25ൽ 25 ചിലപ്പോൾ കറക്റ്റ് ആയിട്ട് കിട്ടണമെന്നില്ല, കിട്ടില്ല അത്. കാരണം അത് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് ഉണ്ടാവും, അപ്പൊ അത് കുറയ്ക്കും. ഓക്കെ, അപ്പോൾ കിട്ടുന്നവരുണ്ട് കേട്ടോ. ഓക്കെ, ഇത് തുടങ്ങാം. ഇവിടെ സ്റ്റാർ ഇട്ടിട്ടുണ്ട് അല്ലെ, 3 സ്റ്റാർ ആണ് അല്ലെ. ഈ 3 സ്റ്റാർ ആണെങ്കിൽ ഈ 3 സ്റ്റാർ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. 3 സ്റ്റാർ അല്ല, 3 സ്റ്റാറിന് പകരം ഹെഡിങ് ഉണ്ടോ നോക്കാം. അതാണ് ഹെഡിങ് ടൈപ്പ് ചെയ്യുന്നത് അല്ലെ. ഹെഡിങ് ഇല്ല അവിടെ, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഹെഡിങ് കാണുന്നില്ല. ഹെഡിങ് ഉണ്ടോ എന്ന് നോക്കുക. അപ്പൊ ഈ 3 സ്റ്റാർ ഇവരുടെ എവിടെയെങ്കിലും ഉണ്ടോ നോക്കുക അവിടെ കേട്ടോ. എവിടെയാണ്? ഇവിടെ 3 സ്റ്റാർ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇവിടെ നോക്കിയാൽ താഴെ പറയുന്ന ജില്ലകളിലെ 2011 സെൻസസ് പ്രകാരം ഗ്രാമം, നഗരം എന്നിവിടങ്ങളിലെ ജനസംഖ്യ കണക്ക്. ഈ ഒരു ഹെഡിങ് ആണ് എവിടെ വരേണ്ടത്? ഇവിടെ വരേണ്ടത്. അപ്പൊ നമ്മൾ തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ആ ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങനെ കൊടുത്തിരിക്കുന്നത് അല്ലെ. അപ്പൊ കൃത്യമായിട്ട് വളരെ നല്ല വൃത്തിയിൽ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇത്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നറിയണമെങ്കിൽ നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്താൽ മാത്രമേ അത് മാർക്ക് വീഴുള്ളൂ അല്ലെ. ആക്യുറസി കുറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്.
ചില കുട്ടികൾ സ്റ്റാർ ഇവിടെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യില്ല, വെറുതെ അടിച്ചു പോകും, ഇതൊക്കെ അടിച്ചു പോകും. അങ്ങനെ അടിച്ചു പോകരുത്. നമുക്ക് നമ്മുടെ മാർക്ക് നല്ല രീതിയിൽ മാർക്ക് കിട്ടണമെങ്കിൽ ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് ചെയ്യണം. ഓക്കെ, കൃത്യമായിട്ട് നമ്മൾ അതിന്റെ അക്ഷരങ്ങളൊക്കെ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് നല്ല വൃത്തിയായിട്ട് ചെയ്യണം കേട്ടോ, തെറ്റാതെ. അപ്പൊ ഈ 3 സ്റ്റാർ എന്തിനാണ്? ഈ ഹെഡിങ്, ഇത്രയും ഹെഡിങ് എവിടെയാണ് ടൈപ്പ് ചെയ്യുക? ഇവിടെയാണ് ടൈപ്പ് ചെയ്യുക. അതാണ് 3 സ്റ്റാർ ഇട്ടിരിക്കുന്നത്. ഈ 3 സ്റ്റാർ ഇവിടെ ഉണ്ടോന്ന് തന്നെ നോക്കണം കേട്ടോ, 2 സ്റ്റാർ ആണെങ്കിൽ എടുക്കരുത്. ഓക്കെ, അടുത്തത് ജില്ല, പിന്നെ ജനസംഖ്യ, പിന്നെ അതിൻ്റെ ഇടയിൽ ഗ്രാമം, നഗരം, 10 വർഷത്തെ വളർച്ച, ഗ്രാമം, നഗരം. ഇത് ഹെഡിങ് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കണോ? എല്ലാവരും. പിന്നെ ഒരു കാര്യമുണ്ട്, ഇത് ടൈപ്പ് റൈറ്റിംഗ് മെഷീനിൽ ചെയ്യുന്ന കാര്യമായിട്ടാണ് ഞാൻ പറയുന്നത്, അല്ലാണ്ട് കമ്പ്യൂട്ടർ മെഷീനിലല്ലായിട്ട് ചെയ്യുന്നത്. ടൈപ്പ് റൈറ്റിംഗിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് അത് നിങ്ങൾ അടിച്ചിട്ടുണ്ടാവും അല്ലെ, അടിച്ച് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും. എന്നാലും ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു പോകുന്നുള്ളൂ, തിയറി ക്ലാസ്. അപ്പൊ ജില്ല, ജനസംഖ്യ അല്ലെ. അപ്പൊ ജില്ലയുടെ ഒരു വര വരും അല്ലെ, കോളത്തിന്റെ ഇവിടെ ഒരു വര വരും, ഇവിടെ ഒരു വര വരും. അപ്പൊ നിങ്ങളുടെ കാര്യം ചെയ്യുക, ചിലവ് ഇങ്ങനെ ഇതുപോലെ കണ്ട ഗ്രാമമായിട്ട് ഇങ്ങനെ ഒരു വരയ്ക്കും, ഇങ്ങനെയൊക്കെ വരയ്ക്കും. അപ്പൊ നിങ്ങൾ ലാസ്റ്റ് നിങ്ങൾ വരച്ചു കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ ജനസംഖ്യ, ഗ്രാമം, നഗരം, 10 വർഷത്തെ വളർച്ച, ഗ്രാമം, നഗരം. കണ്ടോ? അപ്പൊ ഇങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വരച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാനൊരു യൂട്യൂബിൽ ഒരു ക്ലാസ് ഇട്ടിട്ടുണ്ട്. എന്ത്? സ്റ്റേറ്റ്മെന്റിന്റെ ക്ലാസ് ഇട്ടിട്ടുണ്ട്. അതിൽ വളരെ വ്യക്തമായിട്ട് ടൈപ്പ് റൈറ്റിംഗ് മെഷീനിൽ ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് എങ്ങനെ ടൈപ്പ് ചെയ്യും, എങ്ങനെ എണ്ണിയെടുത്ത് ചെയ്യാവുന്നതാണ്, അതൊക്കെ ഞാൻ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ക്ലിയർ? പിന്നെ അടിയിലേക്ക് വരാം. പിന്നെ ചെയ്യുന്നതിന് മുൻപ് വേറൊരു കാര്യം ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഈ സ്റ്റേറ്റ്മെന്റുകൾ ചെയ്യുന്നതൊക്കെ 2-ലാണ് ചെയ്യേണ്ടത്. അത് ആദ്യം പറയണമായിരുന്നു. 2-ല് 2 സ്പേസിലാണ് ചെയ്യേണ്ടത്. 1 സ്പേസിലല്ല, 1.5 ലൈൻസിലല്ല, ഏതാണ്ട് 2 സ്പേസിലാണ് ചെയ്യേണ്ടത്. അതാണ് 2 സ്പേസ്. ക്ലിയർ? അത് മറക്കരുത്. ഇനി അടുത്തതായിട്ട് ഇവിടെ കണ്ട 3 എണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു ചിഹ്നം. അത് നമുക്ക് നോക്കാം അവിടെ ഉണ്ടോന്ന് കേട്ടോ. 3 ചിഹ്നം ഇവിടെ നോക്കാം. ഈ 3 ചിഹ്നം കണ്ടോ, ഈ ഒരു ചിഹ്നം തന്നെയാണ് ഈ ഒരു ഇത് കണ്ടോ. അപ്പൊ തിരുവനന്തപുരം ആണ് ഫസ്റ്റ് വരേണ്ടത് കണ്ടോ. തിരുവനന്തപുരം ഈ ഫിഗറും ഫസ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടതാണ് കണ്ടോ. ഈ ഒരു ഫിഗർ കൊടുത്ത് ഇവിടേക്ക് വരണം. ഓക്കെ, ഇപ്പൊ മനസ്സിലായില്ലേ? ഇത് കാണുന്നില്ലേ നിങ്ങൾക്ക്? അപ്പൊ ഈ 3 ചിഹ്നം ഉള്ളിടത്ത് തിരുവനന്തപുരം, അതുപോലെ തന്നെ ഈ ഫിഗർ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് ക്ലിയർ ആയോ? അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ നിന്ന് 15, 28, 0, 30 എഴുതിയിരിക്കുന്നത് അല്ലെ ഫിഗർ. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യണം? കോമ ഇട്ട് കൊടുക്കണം അല്ലെ. ചില ആളുകൾക്ക് കോമ പെട്ടെന്ന് നിങ്ങൾ മനസ്സിലാവില്ല, അതെങ്ങനെയാണ് കോമ വരുന്നത് മനസ്സിലാവില്ല. മാത്സ് ഒക്കെ പഠിക്കാത്തവർക്ക് കൂടുതൽ അത് മനസ്സിലാവണമെന്നില്ല. അപ്പൊ ഞാൻ ഒരു വഴി പറഞ്ഞുതരാം. ഇവിടെ ഈ അറ്റത്ത് തന്നെ ഈ റൈറ്റ് സൈഡിൽ തന്നെ ഒറ്റ 10, 100 അല്ലെ. അപ്പൊ ഇവിടെ ഒരു കോമയിടാം. ഓക്കെ, പിന്നെ 2 അക്കങ്ങൾ കഴിഞ്ഞിട്ട് വീണ്ടും കോമയിടാം. അങ്ങനെ പിന്നെ ബാക്കിൽ വരുന്നൊക്കെ 2 അക്കങ്ങൾ കഴിഞ്ഞിട്ട് കോമ ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ എങ്ങനെ വരും? 15, 28, ഇങ്ങനെ 0, 30 അങ്ങനെ വരും കേട്ടോ. അപ്പൊ ഇങ്ങനെ കോമ ഇട്ടിട്ട് തന്നെ ചെയ്യണം കേട്ടോ. തിരുവനന്തപുരം കഴിഞ്ഞിട്ട് 15, 28, 0, 30 അങ്ങനെ വരും കേട്ടോ. അതുപോലെ തന്നെ ഇത് അങ്ങനെ തന്നെ വരാം. ഇത് എങ്ങനെ വരും? 1, 10, 100. അപ്പൊ ഇവിടെ ഒരു കോമ, 5, 0 കഴിഞ്ഞിട്ട് ഇവിടെ ഒരു കോമ. അപ്പൊ അങ്ങനെ വരും. ഓക്കെ, ഫിഗർ അങ്ങനെ വരും. അപ്പൊ ഡൗട്ട് തീർന്നില്ലേ? ആ കോമയുടെ ഡൗട്ട് ക്ലിയർ ആയില്ലേ? ഓക്കെ, അപ്പൊ തിരുവനന്തപുരം ഫസ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്യുക. ക്ലിയർ? അടുത്തതായിട്ട് തിരുവനന്തപുരം കഴിഞ്ഞിട്ട് കൊല്ലാണ്. കൊല്ലം എങ്ങനെയാന്ന് നോക്കിയേ. കൊല്ലം ഈ ഫിഗർ ഇവിടെ അടിക്കുക, ഈ ഫിഗർ ഇപ്പുറത്ത് അടിക്കുക. അപ്പൊ 144, 33, 63 ഇവിടെ അടിക്കുക. 11, 86, 340 ഇവിടെ അടിക്കുക. അതിങ്ങനെ കറക്റ്റ് ആയിട്ട് അടിച്ചോളൂ. അപ്പൊ നിങ്ങൾക്ക് നല്ല ആക്യുറസിയോട് കൂടി ടൈപ്പ് ചെയ്യാം. നിങ്ങളിപ്പോ തെറ്റി അടിച്ചു എന്ന് വെച്ചാൽ അത് ഇനി മാറ്റാൻ നിൽക്കണ്ട, വേറെ ഒന്നല്ല. വീണ്ടും പേപ്പർ മാറ്റി ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ചെയ്യരുത്, സമയം പോകും. ഓക്കെ, അപ്പൊ കുറച്ച് മാർക്കേ പോകുള്ളൂ എന്ന് വിചാരിക്കാം. അപ്പൊ കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കിയിട്ട് തന്നെ ചെയ്യാം. പിന്നെയുള്ളത് എന്താണ്? 31.89 അടിക്കുക. പിന്നെ ഇവിടെ വെട്ടിയതോടെ അടിക്കണ്ട കേട്ടോ. 154.3 വെട്ടിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് 5 ആണ്, 3ന് പകരം 5 ആണ്, 5, 8. ക്ലിയർ? അതുപോലെ തന്നെ പത്തനംതിട്ട ഇതുപോലെ തന്നെ ചെയ്യാം. കോമിറ്റ് തന്നെ അടിക്കുക. ഓക്കെ, കോമിറ്റ് അടിക്കുന്ന ഇതൊക്കെ ഞാൻ ഒരു യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ടൈപ്പ് റൈറ്റിംഗിൽ പറഞ്ഞ് തന്നെ അടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ പറഞ്ഞ് അടിച്ചിട്ടുണ്ട്. അതിന്റെ അടിയിലേക്ക് വരുന്ന ഭാഗങ്ങളൊക്കെ കോമിറ്റ് അടിക്കുന്ന ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 8,94. ക്ലിയർ? ഇവിടെ വരെ ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് വരുന്നത് എന്താണ്? ആലപ്പുഴ, കോട്ടയം. ആലപ്പുഴ എന്ന് പറയുന്നത് ഫസ്റ്റ് വരണം. ഓക്കെ, ഇവിടെ മുകളിലേക്കും കോട്ടയം ജില്ല ഇവിടെ അടിയിലേക്കും വരണം. അപ്പൊ ഈ ആലപ്പുഴ മുകളിലേക്ക് വന്നതിന് ശേഷം ആലപ്പുഴയുടെ ഫിഗർ ഇതടിക്കുക. ഓക്കെ, ഏതാണ്? ഈ ഒരു ഫിഗർ അടിക്കുക. അതുപോലെ തന്നെ കോട്ടയത്തിന്റെ ഫിഗറും ഇതടിക്കുക. ഓക്കെ, കോട്ടയം അടിയിലാണ്, അതിന്റെ ഫിഗർ ഇതിനെ അടിക്കുക. ഓക്കെ, ഫിഗർ മാറുന്നില്ല, പ്ലേസ് ജില്ല മാത്രം മാറുന്നുള്ളൂ. അത് മനസ്സിലാക്കാം കേട്ടോ.
ഓക്കെ. പിന്നെ ഇവിടെ ഒരു കാര്യം നോക്കിയേ, കൃത്യമായിട്ട് നന്നായിട്ട് മനസ്സിലാക്കി തന്നെ ചെയ്യണം. 56, 56, 11 ഒരു വെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ തൊട്ടടിയിൽ വര വരച്ചിട്ടുണ്ട്, ഹൈഫൺ ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ വരികയാണെങ്കിൽ ഒരു ടിക്കും കൂടി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ 56, 56, 11 ടൈപ്പ് ചെയ്യണം, വെട്ടിയിടേണ്ട കാര്യമില്ല, ടൈപ്പ് ചെയ്യണം എന്നുള്ളതാണ് ഇങ്ങനെ സൂചിപ്പിക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് 14.52 അല്ലെ. നെക്സ്റ്റ് 58.76. അതൊക്കെ നിങ്ങൾ മാറ്റിമറിച്ച് ചെയ്യുക. പിന്നെ ഇവിടെ നോക്കി ഈ ഒരു ഫിഗറും കൂടി അപ്പുറപ്പുറമായിട്ട് വരുന്നുണ്ട് കേട്ടോ, മാറുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് എന്താണ്, ഈ ഒരു ചിഹ്നം അല്ലെ. ഈ ഒരു ചിഹ്നം എവിടെയാണ് നോക്കുക, ഒന്നും കൂടി നോക്കുക, ഇടുക്കി. ഈ ഒരു ഭാഗത്താണ് ഇടുക്കി എന്ന് എഴുതിയിരിക്കുന്നത്. തെറ്റിക്കാനാണ്. അപ്പൊ നിങ്ങൾ കറക്റ്റ് ആയിട്ട് എഴുതുക ഇടുക്കി. ഇടുക്കി ഇവിടെ എഴുതുക, അതിന്റെ ഫിഗർ നേരെ ടൈപ്പ് ചെയ്യുക. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് നെക്സ്റ്റ് അടിച്ചിട്ടുണ്ട്, തിരുവനന്തപുരം നമ്മൾ മുകളിൽ അടിച്ചിട്ടുണ്ട്, അതോടുകൂടി കഴിഞ്ഞു. ഓക്കെ, ക്ലിയർ. ഇത്രയും മനസ്സിലായില്ലേ? ഈ ഏറ്റവും അടിയിൽ കാണുന്നത് എന്താണ്, നമ്മൾ നേരത്തെ തന്നെ എവിടെ അടിച്ചിട്ടുണ്ട്, ഇവിടെ ഈ ഒരു സ്റ്റാറിന്റെ അവിടെ അടിച്ചിട്ടുണ്ട്. ഹെഡിങ് ആണത് അടിയിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ ആയിരിക്കും സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുക. അപ്പൊ ഇതുപോലെ നല്ല ഏക്യുറസിയിൽ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് അടിക്കുകയാണെങ്കിൽ, കുറച്ചൊക്കെ തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല, കുറച്ചൊക്കെ തെറ്റിക്കഴിഞ്ഞാൽ കുറച്ച് മാർക്കേ പോവുള്ളൂ. അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ചെയ്യാൻ നോക്കാം. പിന്നെ ഒരു ക്ലൂ കൂടി തരാം. ഇതുപോലെ വല്ലതും ഇതുപോലെ ഇങ്ങനെ തെറ്റിക്കാനൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഫസ്റ്റ് നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് എടുത്ത് അടിച്ചോ, കുഴപ്പമില്ല. സ്റ്റേറ്റ്മെന്റ് നമ്മൾ വായിച്ചു നോക്കുക ജസ്റ്റ്. എന്നിട്ട് ഈ ഒരു ഇങ്ങനെ ഫിഗറുകളൊക്കെ തെറ്റിക്കാൻ ഇട്ടിട്ടില്ലേ, അപ്പൊ നിങ്ങൾ വെറുതെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. ഏത്, ഒരു പ്ലെയിൻ പേപ്പർ വേറെ കിട്ടും, റഫ് പോലെ വേറെ കിട്ടും അവരുടെ കയ്യിൽ നിന്ന്. അങ്ങനെ ചെയ്യുകയാണ്. ഒരു റഫ് പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ ഫസ്റ്റ് ചെയ്യുന്നത് വെറുതെ ഒന്ന് എഴുതി വെക്കുക. കൊല്ലം അല്ലെ, ഫസ്റ്റ് ചെയ്യുന്നത് തിരുവനന്തപുരം അല്ലെ, തിരുവനന്തപുരം എഴുതി വെക്കുക. അതുപോലെ തിരുവനന്തപുരത്തിന്റെ ഫിഗർ നേരെ വേഗം എഴുതി വെക്കുക ഇവിടെ. ഓക്കെ. അതുപോലെ അടിയിൽ വരുന്നത് കൊല്ലം ആണെങ്കിൽ കൊല്ലത്തിന്റെ ഫിഗർ നേരെ എഴുതി വെക്കുക. നെക്സ്റ്റ് അടിയിൽ വരുന്നത് അടിയിൽ പത്തനംതിട്ട ആണെങ്കിൽ അതിന്റെ ഫിഗർ നേരെ എഴുതി വെക്കുക. പിന്നെ എന്താണ്, ആലപ്പുഴയുടെ ഫിഗർ ഇതുപോലെയൊക്കെ മറിച്ച് മാറ്റിയൊക്കെ ചെയ്യും. അപ്പൊ ആലപ്പുഴയുടെ ഫിഗർ ഇവിടെ അടിക്കുക, കോട്ടയം ജില്ലയുടെ ഏതാണെന്ന് വെച്ചാൽ അങ്ങനെ അടിക്കുക. ഓക്കെ. അങ്ങനെ നേരെ നിങ്ങൾ പെൻസിലുകൊണ്ട് റഫായിട്ട് വേറൊരു പേപ്പറിൽ, ആൻസറിന്റെ അതിലെല്ലാം വേറൊരു റഫായിട്ട് നിങ്ങൾ വേഗം എഴുതി വെക്കുക. ആ എഴുതി വെച്ചത് തന്നെ കൃത്യമായിട്ട് വേഗം അടിച്ചു പോവുക. ഓക്കെ. അതിൽ നോക്കിയിട്ട് ടൈപ്പ് ചെയ്യാം. ക്ലിയർ? അങ്ങനെ ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരം പോകില്ല നിങ്ങളുടെ. ക്ലിയർ? അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പൊ അത്യാവശ്യം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് പരീക്ഷ പാസ്സാവാനുള്ള ഇത്രയും പെട്ടെന്ന് ട്രിക്കാണ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കിയിരിക്കും, ഈ ഫിഗർ അങ്ങോട്ട് പോകണം, ഈ ഫിഗർ അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം എന്നൊക്കെ നോക്കും. അപ്പൊ കൃത്യമായിട്ട് കോമയ്ക്കിട്ട് ഒരു നന്നായിട്ടേ കൃത്യമായിട്ട് കോമയ്ക്കിട്ട് വെക്കുക. ഓരോന്നിനും കോമയ്ക്കിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് നോക്കിയിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്യാം. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ അടിക്കുന്നവരുണ്ട്, പിന്നെ നേരിട്ട് അടിക്കുന്നവരുണ്ട്. നിങ്ങൾക്ക് എളുപ്പം ഏതാണെന്ന് വെച്ചാൽ അത് കൃത്യമായിട്ട് ചെയ്യാം. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയിട്ട് വേഗം റഫിൽ ഇങ്ങനെ എഴുതി വെക്കുക. ഓക്കെ, അതിനുശേഷം അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. എല്ലാം കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം? എന്താ ചെയ്യേണ്ടത്? ലാസ്റ്റ് എന്താ പറയാ, കോളം തിരിക്കുക അല്ലെ? അത് പറഞ്ഞിട്ടുണ്ട് അല്ലെ ഇവിടെ. കോളങ്ങൾ തിരിച്ച് അക്കങ്ങൾ ചിഹ്നം ചെയ്യേണ്ടതാണ്. കോളം തിരിക്കുന്ന ജില്ല കഴിഞ്ഞിട്ട് ഇങ്ങനെ വരയ്ക്കാനാണ് പറയുന്നത്. വരയ്ക്കുന്നത് പെൻസിലോണ്ട് മാത്രം വരയ്ക്കാൻ പാടുള്ളൂ, പേന കൊണ്ട് വരയ്ക്കാൻ പാടില്ല. ക്ലിയർ? അതുപോലെ തന്നെ ജനസംഖ്യ അല്ലെ, ഇവിടെ നിന്ന് ഇങ്ങനെ വരയ്ക്കുക. അതുപോലെ ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ നടുവിൽ കൂടെ ഒരു വര വരയ്ക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെയും കൂടി വരയ്ക്കാം കൃത്യമായിട്ട് കേട്ടോ. ഇനി ഇവിടെയും വരയ്ക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെ പെൻസിലോണ്ട് കൃത്യമായിട്ട് വരച്ചു കൊടുക്കണം. പെൻസിലോണ്ട് വരച്ചില്ല, മറന്നു എന്നുണ്ടെങ്കിൽ അധികം മാർക്ക്, കുറച്ച് മാർക്കേ പോകുള്ളൂ. വരയ്ക്കണം എന്നുള്ളതാണ്. നമ്മൾ ശരിക്കും പറയണമെങ്കിൽ ഇവിടെ നോക്കിയേ, കോളം തിരിച്ച് തെറ്റുകൾ തിരുത്തി പട്ടിക കൃത്യമായിട്ട് വരച്ച് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് പരീക്ഷ റിസൾട്ട്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഇതുപോലത്തെ ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള ഇതുപോലെ ക്ലാസ്, ഇങ്ങനത്തെ ഒരു ക്ലാസ് വേണമെങ്കിൽ, ഇതുപോലത്തെ ക്ലാസ് വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ തിയറി പോലെയുള്ള ക്ലാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടും നിങ്ങൾക്ക് പരീക്ഷ പാസ്സാകാനുള്ള ഒരു ടിപ്സ് ആണ്. ഓക്കെ, എല്ലാവരും മനസ്സിലാക്കിയെങ്കിൽ എന്ത് ചെയ്യണം? കമന്റ് അറിയിക്കണം. ഓക്കെ, എന്റെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ പുതിയ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എന്നാലേ നിങ്ങൾക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ കിട്ടുക. കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ 9633 655 795.